ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അറ്റ് ഹോം ബ്യൂട്ടി മെയിൻ്റനൻസ് റൂട്ടീനാണ്. ഇതിൽ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയതും മന്ത്ലി വീക്ക്ലി ഒക്കെ ചെയ്യാൻ പറ്റിയതുമായ കാര്യങ്ങളാണ് കേട്ടോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് നല്ലൊരു ക്ലിയർ ഗ്ലോയിങ് സ്കിൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ശരിക്കും ഒരു പാമ്പറിങ് റൂട്ടീൻ എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഓയിലിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്തു വരുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഓയിലിങ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ക്യാരറ്റ് ഓയിലാണ്. ഗോൾഡൻ മിറാക്കിൾ ഓയിൽ എന്ന് തന്നെ പറയാം. നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആവും. എനിക്ക് ആദ്യം പണ്ടൊക്കെ ഇങ്ങനെ എപ്പോഴും ഓയിൽ ഇട്ടിരുന്നെങ്കിൽ പിമ്പിൾസൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറേ നാളായിട്ട് എനിക്ക് പിമ്പിൾസ് ഒന്നും വരുന്നില്ല. ഈ ഓയിലൊക്കെ എനിക്ക് കുഴപ്പമില്ല. എൻ്റെ എക്സ്ട്രീം ഓയിലി സ്കിന്നാണ്. പക്ഷേ എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഓയിലൊന്നും ഇട്ടാലൊന്നും വലിയ കുരുക്കളൊന്നും വരുന്നില്ല. പിന്നെ വേറെ കാര്യമുള്ളത്, ഞാനിത് ഡെയിലി യൂസ് ചെയ്യാറില്ല. ആഴ്ചയിൽ 2-3 തവണയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാനിത് മസാജ് ചെയ്തിട്ട് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് കഴുകി കളയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് വഴി നമുക്ക് സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുകയാണല്ലോ, അതുകൊണ്ട് ബ്രൈറ്റനായി നല്ല ഗ്ലോ വരും. പിന്നെ നമുക്ക് ഏജിങ് വഴി ഉണ്ടാവുന്ന ഇങ്ങനെ സ്കിൻ നല്ലോണം തൂങ്ങിപ്പോവില്ല, അല്ലെങ്കിൽ റിങ്കിൾസ് ഒക്കെ വരില്ലേ, അതൊക്കെ മാറ്റി സ്കിൻ നല്ല ടൈറ്റൻ ആവും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, വേണമെന്നുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ്. ആസ് യൂഷ്വൽ നമ്മൾ ബീട്രൂട്ടും കൊണ്ടാണ് കേട്ടോ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരമുറി തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു അരമുറി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറും എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഞാൻ നല്ലോണം പേസ്റ്റാക്കി നല്ലോണം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. പാലല്ലെങ്കിൽ തൈര് എടുക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇതൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഇടുന്നത് തന്നെ നല്ലോണം സ്കിൻ നല്ല ചുമന്ന് വരും കേട്ടോ. എനിക്ക് എൻ്റെ ഫേസ് പാക്ക് ഇട്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നേക്കുന്നത് ഈ ബീട്രൂട്ട്, അതുപോലെ തന്നെ പൊട്ടറ്റോ, അതിൻ്റെയൊക്കെ ഫേസ് പാക്സ് ആണ് എനിക്ക് കൂടുതലും റിസൾട്ട് തന്നേക്കുന്നത്. ഇത് ഭയങ്കര റിസൾട്ട് കിട്ടുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. ഒരു 20 മിനിറ്റ് നേരം വരെ മാത്രം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. നല്ല റിസൾട്ട് കിട്ടും. നല്ലോണം സ്കിന്നിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. പിന്നെ നമുക്കിത് ചുണ്ടിലിടുന്നതിനും കുഴപ്പമില്ല. നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ, അതൊക്കെ മാറാനൊക്കെ നല്ലതാണിത്. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് പ്ലെയിൻ വാട്ടറിൽ കഴുകിക്കളയാം. ഇത് നമ്മൾ ഡെയിലി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നല്ല റിസൾട്ട്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം ചെയ്തിട്ട് ഇനി കുറേ നാൾ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാമെന്നൊക്കെ ഓർത്തിരുന്ന റിസൾട്ട് കിട്ടില്ല. ആഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. ഈ ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതും നമ്മൾ പുറത്ത് തേക്കുന്നതിനേക്കാൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ളിലേക്ക് കഴിക്കുന്നതും. അത് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും. ജ്യൂസ് അടിച്ച് കുടിച്ചാലും ബ്രൈറ്റൻ ആവും. പിന്നെ ഞാൻ അടുത്തത് നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ളത്, നമ്മൾ തലയിൽ ഒരു ഓയിലിങ് ചെയ്യാറുണ്ട്. അത് ആഴ്ചയിൽ 1-2 തവണ ചെയ്യാറുള്ളൂ. ഞാനിപ്പോൾ യൂസ് ചെയ്ത് വരുന്നത് റോസ്മേരി ഓയിലാണ്. റോസ്മേരി ഓയിലിൻ്റെ വീഡിയോ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ആഴ്ചയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ റോസ്മേരി ഓയിൽ ഈ ഒരു മെത്തേഡിലാണ് തലയിൽ ഇടാറ്. അതായത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ്. ഞാനത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഞാൻ ഒരു ഹോട്ട് ഓയിൽ മസാജാണ് എപ്പോഴും തലയിൽ കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി നല്ലോണം വളരുന്നുണ്ട് കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മുടി ഒട്ടും ഉണ്ടായിരുന്നില്ല, ഭയങ്കര കൊഴിച്ചിലായിരുന്നു. പക്ഷേ ഈ റോസ്മേരി ഓയിലും പിന്നെ ഈ ഹോട്ട് ഓയിൽ മസാജും കൊണ്ട് എനിക്ക് ഭയങ്കര ഹെയർ ഫോളിന് നല്ല മാറ്റമുണ്ട്. നല്ലോണം ഇങ്ങനെ ചെറിയ മുടികൾ വളരാനും തുടങ്ങിയിട്ടുണ്ട്. ബേബി ഹെയർസ് ഉണ്ടല്ലോ, അത് നല്ലോണം വളരാനും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ താരൻ
ഒട്ടുമില്ല, നല്ല മാറ്റമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ വീഡിയോയിൽ ഒരു റോസ്മേരി ടോണറും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്, അതും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആ തലയിലിട്ടതിന് ശേഷം നമുക്ക് ഇനിയൊരു ബോഡി സ്ക്രബ് ഉണ്ടാക്കാം. ബോഡി സ്ക്രബിന് ഞാനിത് ഒരു ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ. ഇന്ന് ബീട്രൂട്ടിൻ്റെ മയമാണ് എല്ലാത്തിലും. അപ്പോൾ നമ്മളിന്ന് ബീട്രൂട്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ. ഇത് ബീട്രൂട്ട് പൗഡർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നമ്മൾ ശരിക്കുള്ള ബീട്രൂട്ടൊക്കെ ഇങ്ങനെ അതിൽ ജ്യൂസൊക്കെ യൂസ് ചെയ്താണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ബീട്രൂട്ട് പൗഡർ കുറച്ചെടുക്കുക, അല്ലെങ്കിൽ അരിപ്പൊടി കടലമാവ് എന്തായാലും എടുക്കുക. പക്ഷേ ബീട്രൂട്ട് പൗഡർ ആണെങ്കിലാണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് നമ്മൾ പാല് ഒഴിക്കുക, അല്ലെങ്കിൽ പാലോ തൈരോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കുക കേട്ടോ. അത് ഒഴിച്ചിട്ട് നമുക്കിതൊരു ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന ബീട്രൂട്ട് പൗഡറിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ അരിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതായത് തരിയുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഈ ബോഡി നല്ലോണം സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്താലാണ് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയി നമ്മൾക്ക് പുതിയൊരു സ്കിൻ വരത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഈ ഡെഡ് സ്കിൻ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് ഇരുന്ന് അവിടെ ഇങ്ങനെ കറുത്ത് വരും. അപ്പോൾ എപ്പോഴും ഒന്ന് സ്ക്രബ് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കുളിച്ചതിന് ശേഷം, നമ്മൾ സോപ്പൊക്കെ ഇട്ട് കുളിച്ചതിന് ശേഷം ഈ സംഭവം ഒന്ന് തേച്ചിട്ട്, ഇതൊന്ന് തേച്ച് നമ്മൾ മേത്ത് നല്ലോണം ഇതേപോലെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. 10 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകിക്കളയാം. അപ്പം തന്നെ നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആവും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ ഓയിലിംഗ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഓയിലിംഗ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഓയിലിംഗ് ചെയ്തിട്ട് കുരു വരുന്നവരൊക്കെ ആണെങ്കിൽ ഞാനൊരു ബെസ്റ്റ് DIY ഞാൻ പറഞ്ഞു തരാം. അതാണ് നമ്മൾ മോയ്സ്ചറൈസർ. അതായത് നമ്മൾ മോയ്സ്ചറൈസർ പുറത്തുനിന്ന് വാങ്ങണമെന്നൊന്നുമില്ല. ഇത് നമുക്ക് ഗോ ടു മോയ്സ്ചറൈസറാണ്. അതായത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ ഒരു മോയ്സ്ചറൈസറാണിത്. ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മോയ്സ്ചറൈസറാണ്. അതിന് ആകെ വേണ്ടത് കുറച്ച് അലോവേറ ജെല്ല് വേണം, പിന്നെ കുറച്ച് പനിനീരുണ്ടല്ലോ, റോസ് വാട്ടർ വേണം. പിന്നെ വേണ്ടത് നമുക്ക് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ 2 ടീസ്പൂൺ വരെ ഗ്ലിസറിൻ ഒഴിക്കുക. പിന്നെ ഞാനൊരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് വിറ്റാമിൻ ഇ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വില കൊടുത്തൊന്നും നമ്മൾ മോയ്സ്ചറൈസറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 100-150 രൂപയിലൊക്കെ ഇതെല്ലാം കൂടി ഒതുങ്ങും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറും ആണ്. പിന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മോയ്സ്ചറൈസറും ആണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇനി ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി, ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഞാനിവിടെ പോൺസിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ഡപ്പയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ എടുത്ത് വെക്കൂലേ, അതേപോലെ തന്നെ എടുത്ത് വെച്ചേക്കാം. ഞാൻ പിന്നെ ഇടയ്ക്ക് ഈ മോയ്സ്ചറൈസർ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടി തണുപ്പ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മുഖത്തിടുമ്പോൾ നല്ലൊരു കുളിർമയായിരിക്കും. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചില മോയ്സ്ചറൈസേഴ്സ് ഒന്നും പിടിക്കാറില്ല. അതേപോലെ തന്നെയാണ് ഇതും. അതായത് അലോവേറ ജെല്ല്, നല്ല അലോവേറ ജെല്ല് എടുത്തില്ലെങ്കിൽ എനിക്ക് ചില അലോവേറ ജെല്ലൊന്നും പറ്റാറില്ല. പക്ഷേ എനിക്ക് പ്ലമ്മിൻ്റെ അലോവേറ ജെല്ല് എനിക്ക് ഭയങ്കര സ്യൂട്ടായിട്ടുള്ള അലോവേറ ജെല്ലാണ്. എനിക്ക് ഒരു പ്രശ്നമില്ല. പ്ലമ്മിൻ്റെ അലോവേറ ജെല്ല് എങ്ങനെ വേണമെങ്കിലും എനിക്ക് ഇടാം. അപ്പോൾ ആ ജെല്ലാണ് ഞാൻ എപ്പോഴും എടുക്കാറ് കേട്ടോ. അത് എടുക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓയിലി സ്കിന്നിന് പറ്റിയത് ഒരു പ്ലമ്മിൻ്റെ അലോവേറ ജെല്ല് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലും കാലിലും മേത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാലിലെ വിണ്ടുകീറലൊക്കെ മാറാനൊക്കെ ആയിട്ട് ഇത് നല്ലതാണ്. നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ മുഖത്തും കഴുത്തിലും അതുപോലെ തന്നെ മേത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അകത്തേക്കും എന്തെങ്കിലും കഴിച്ചാലാണ് നമ്മൾക്കൊരു ഇന്നർ ഗ്ലോ ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊരു പെർമനൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്കും കൂടി കഴിക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും ഡെയിലി ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ വീട്ടിലുള്ള ഏത് ഫ്രൂട്ട്സ് ആയാലും മതി. ഇന്ന ഫ്രൂട്ട്സ് വേണമെന്നൊന്നുമില്ല. പിന്നെ ഒരു സ്മൂത്തി ഒക്കെ അടിച്ചു കുടിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഒരു സ്മൂത്തി, നല്ല സ്കിൻ ബ്രൈറ്റനിങ് സ്മൂത്തി ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും കാല് നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ചൊക്കെ കൊടുത്ത് കളഞ്ഞാൽ മതി. ആ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ. ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്, നമ്മളൊരു ഐബ്രോ വളരാനായിട്ടുള്ള ഒരു ബെസ്റ്റ്
ഒറ്റ മിറാക്കിൾ റെമഡിയാണ് കേട്ടോ ഇത്. ഐബ്രോ മാത്രമല്ല ഐലാഷ് വളരാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ സാധാ വെള്ളത്തിലായാലും മതി, കുറച്ച് മാത്രം എടുക്കുക. അതിലേക്ക് ഗ്രാമ്പു, ഉലുവ, റോസ്മേരി ലീവ്സ് ഇട്ട് നമ്മൾ തലേന്ന് രാത്രി കിടക്കണതിന് മുന്നേ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഈ ഒരു കളറിൽ വരും കേട്ടോ, അതിൻ്റെ എസെൻസ് ഒക്കെ ഇറങ്ങിയിട്ട്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഈ ഉലുവയും അതൊക്കെ ഉണ്ടല്ലോ, ഉലുവയും ഗ്രാമ്പും റോസ്മേരി ലീവ്സും മാറ്റുക. നമുക്ക് ആ വെള്ളമാണ് വേണ്ടത്, അതിൻ്റെ എസെൻസ് ഒക്കെ ഇറങ്ങിയേക്കുന്ന ആ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ അലോവേര ജെല്ലുണ്ടല്ലോ, അലോവേര ജെല്ല് എടുക്കുക. എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ, 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടരുത്, ആ വെള്ളത്തിനനുസരിച്ച് ഇടുക, അല്ലെങ്കിൽ അത് മാത്രം അലോവേര ജെല്ല് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് 1 ടീസ്പൂൺ മതിയാവും. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ എല്ലാം എടുക്കാം കേട്ടോ ഇനിയുള്ളത്. അപ്പോൾ ഇനി അടുത്തത് 1 ടീസ്പൂൺ തന്നെ കാസ്റ്റർ ഓയിലാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അതും നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ, നല്ലോണം തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇടുന്നത് നമ്മൾ ഒരു ക്യാപ്സ്യൂളാണ്, അതായത് വിറ്റാമിൻ ഇ ഓയിലാണ് ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക, ഒരു സിറം പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ഇതിങ്ങനെ വെച്ച് ഇരുന്നാൽ തന്നെ ഒരു 2 ആഴ്ച വരെ നമുക്കിത് കേടുപാടൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് ഞാനൊരു ചെറിയൊരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 2 ആഴ്ചയിൽ കൂടുതൽ യൂസ് ചെയ്യണ്ട. ഇതെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് നാൾ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. പിന്നെ ഒന്ന് ഉണ്ടാക്കി, അധികം നേരവും വേണ്ടല്ലോ, കുറച്ച് സാധനങ്ങളും മതി. അപ്പോൾ പിന്നെ ഉണ്ടാക്കി യൂസ് ചെയ്താൽ മതി. അപ്പോൾ 2 ആഴ്ചത്തോളം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ തന്നെ. അപ്പോൾ അതിനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി, ഒരുപാടായിട്ട് ഉണ്ടാക്കിയാൽ വേണ്ട, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണ്ട. അപ്പോൾ ഇത് നമ്മൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ഡെയിലി 2 നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ 2 നേരം ചെയ്യുക, അല്ലെങ്കിൽ രാത്രി ഉറങ്ങണതിന് മുന്നേ ഒന്ന് ഈ കൺപീലിയിലും പിന്നെ പുരികത്തും നല്ലോണം തേച്ചിട്ട് കഴുകി കളയരുത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ കഴുകി കളഞ്ഞാൽ മതി. അതുവരെ അവിടെ ഇരുന്നോട്ടെ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലോണം നമ്മുടെ ഐലാഷും പിന്നെ ഈ പിരികോ നല്ലോണം വളരെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാം 100% റിസൾട്ട് കിട്ടുന്ന റെമഡീസ് ആണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തേക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.